ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 അങ്ങനെ ഫിനാലെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ ഒരു സീസണിൻ്റെ ഫുൾ റിവ്യൂ ആയിരിക്കും. 8 എപ്പിസോഡുകൾ. ഈ 8 എപ്പിസോഡുകളും ഒരു ക്ലാസിക് എപ്പിസോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. സീസൺ 1 ഒരുപാട് ടൈം ജമ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ ടൈം ജമ്പുകളൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം കുറച്ച് ടൈം ജമ്പുകളും വലിയ ഇവൻറ്റ്സൊക്കെ മെയിൻ ഇവൻറ്റ്സ് മാത്രം എടുത്തിട്ടാണ് ഇവർ ഈ ഒരു സീരീസിനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 3 സീസണിലായിട്ട് ഈ ഒരു എൻ്റെയർ സ്റ്റോറി തീർക്കാനായിട്ടാണ് HBO ഉദ്ദേശിക്കുന്നത്. അടുത്ത 3ാമത്തെ സീസൺ ഫൈനൽ സീസൺ ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഒരു സീസൺ തുടങ്ങിയത് വളരെ സ്ലോയിലാണ്, വളരെ സ്ലോ പേസിൽ തുറന്നു സ്റ്റോറി പറഞ്ഞു പോകുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിയുമ്പം വലിയ ഇവൻറ്റ്സ് യുദ്ധങ്ങളൊക്കെ കാണിക്കുമെന്ന്. പക്ഷേ സ്റ്റോറിയിൽ തന്നെ നിന്നിട്ട് കാണിക്കേണ്ടത് എന്താണോ അതിനെ കറക്റ്റായിട്ട് കാണിച്ച്, എന്നാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടാണ് ഈ ഒരു എൻ്റയർ സീസൺ കൊണ്ടുപോയിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റുകളുണ്ട്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റുകളുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. പല ക്യാരക്ടേഴ്സിനെ നമ്മൾ സീസൺ 1 കണ്ട പോലെയല്ല സീസൺ 2 കാണുന്നത്. ഒരുപാട് ചേഞ്ചസ് വന്ന, ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട പല ക്യാരക്ടേഴ്സിനെയും അവർ നെഗറ്റീവ് ഷെയ്ഡ്സിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ കണ്ടതുമാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്ത പല ക്യാരക്ടേഴ്സുണ്ട്. ക്രിസ്ത്യൻ കോളിൻ്റെ ക്യാരക്ടറൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് അങ്ങനെ പോകുന്നു. ക്യാരക്ടർ ഡെത്തുകളുണ്ട്. വാറില്ല അല്ലെങ്കിൽ യുദ്ധമില്ല, ഡ്രാഗൺ ഫൈറ്റുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കിടിലൻ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് കാണുന്ന സമയത്താണെങ്കിൽ കൂടി ഇതിനകത്ത് നിന്ന് കിട്ടുന്നൊരു ഔട്ട്പുട്ട് ഗംഭീരം. അത് ഓരോ എപ്പിസോഡിലും അങ്ങനെയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഓരോ എപ്പിസോഡിലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ അധികം മൊമെൻറ്റ്സ് വന്നിട്ടാണ് ഓരോ എപ്പിസോഡ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് 8th എപ്പിസോഡ് വരെ അങ്ങനെ തന്നെയാണ്. സാധാരണ യൂഷ്വലി ഈ ഒരു ഫിനാലെ എപ്പിസോഡ് വരുന്ന സമയത്ത് ഒരു വലിയ എന്തെങ്കിലും ഒരു ഇവൻറ്റ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ വാറോ അല്ലെങ്കിൽ ഫൈറ്റ് സീനുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ ഒരു സീസണിൽ അങ്ങനെ ഒന്നുമില്ല. വളരെ സ്ലോ ആയിട്ട് കഥ പറഞ്ഞ് പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡായിട്ടാണ് ഫിനാലെ കൊണ്ടു നിർത്തിയിട്ടുള്ളത്. ഇനി ഒരു 2 വർഷം കഴിഞ്ഞിട്ട് 2026 ഇതിൻ്റെ 3rd ആൻഡ് ഫൈനൽ സീസൺ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഫൈനൽ സീസൺ എന്നാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ട് 3 സീസണുകളിൽ ഇവർ നിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഐഡിയയും ഇല്ല. കുറച്ചും കൂടെ വേണമെങ്കിൽ ഇതിനെ നീട്ടാമായിരുന്നു. പക്ഷേ അവർ നീട്ടുന്നില്ല. 3 സീസണുകളായിട്ട് നിർത്തുന്നു. ഒക്കെ നല്ല തീരുമാനമാണ്. ആക്ച്വലി ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഫിനാലെ പോലെ ആയിരിക്കില്ല ഹൗസ് ഓഫ് ദ ഡ്രാഗൻ്റെ ഫിനാലെ. കാരണം ഓൾറെഡി ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റഡ് ആണ്. R.R. മാർട്ടിൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു എൻ്റയർ സ്റ്റോറി. നമുക്ക് ഈ ഒരു എൻ്റയർ ഹൗസ് ഓഫ് ദ ഡ്രാഗൻ്റെ സ്റ്റോറി എന്താണെന്ന് നമുക്കറിയാം. കാരണം അത് ജോഫറി ഗെയിം ഓഫ് ത്രോൺസിനകത്ത് ടീസ് ചെയ്ത് പോകുന്നുണ്ട്. റെനേറയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഏഗൻ എന്ത് സംഭവിക്കും, എന്താണ് ഈ ഒരു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ അല്ലെങ്കിൽ ഡാൻസ് ഓഫ് ദ ഡ്രാഗൻ്റെ എൻഡിങ് നമുക്ക് ഓൾറെഡി അറിയാം. അത് സ്റ്റോറി വായിച്ചിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി കണ്ടിട്ടുള്ളവരായിരിക്കും. അങ്ങനെ സ്റ്റോറിയെ പറ്റി അറിയാവുന്ന ആളുകൾക്കറിയാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സും ഇല്ലാത്ത ഒരു സീസൺ ആയിരിക്കും അടുത്തത്. പിന്നെ പ്രസൻറ്റേഷനിലാണ് ഫുള്ള് സർപ്രൈസ്. അതിന് നമുക്ക് സ്റ്റോറി ഓൾറെഡി അറിയാം. ആ സ്റ്റോറിയിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനകത്ത് ബുക്കിൽ ഒരുപാട് ടീസ് ചെയ്യാതെ ഒരേ ഒരു ഡ്രാഗണാണ് ആ ഒരു ഷീപ്പ് സ്റ്റീലർ എന്ന് പറയുന്ന ഡ്രാഗൺ. റെയ്ന ആ ഒരു ഷീപ്പ് സ്റ്റീലറിനെ കണ്ട് മുട്ടുന്നുണ്ട്, പക്ഷേ റൈഡർ ആയിട്ടില്ല. അപ്പം അത് റൈഡർ ആകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ന്യൂ ഇവൻ്റ് ആണ്. കാരണം ബുക്കിനകത്ത് അതിനെ പറ്റിയിട്ട് ഷീപ്പ് സ്റ്റീലറിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പുതിയ 3 റൈഡേഴ്സ്, പുതിയ ഡ്രാഗൺ അല്ലെങ്കിൽ 3 റൈഡേഴ്സ് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. വെർമിത്തോറിന്, സിൽവർ വിങ്ങിന്, അതുപോലെ തന്നെ സീ സ്മോക്കിന്, അങ്ങനെ 3 ഡ്രാഗൺ റൈഡേഴ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ പ്ലോട്ട് ട്വിസ്റ്റുകൾ ഇനി വരാനുള്ള സ്റ്റോറിയാണ്. കാരണം ഇവരിൽ ആരൊക്കെ റെനേറിയെ ബിട്രേ ചെയ്യും എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. ഓൾറെഡി അത് നമുക്കറിയാവുന്നതുമാണ്. എന്തായാലും അടുത്ത സീസണിൽ വലിയ ഇവൻറ്റുകളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സീസൺ സീരീസ് തീരുകയാണെന്നുണ്ടെങ്കിൽ ഇനിയാണ് മെയിൻ സ്റ്റോറി. ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കലാണ്. ഇപ്പം ഈ ഒരു സീസണിലാണെങ്കിൽ കൂടി ഒരു വലിയ ക്യാരക്ടർ ഡെത്ത് ഉണ്ടായിരുന്നു. അതിലേറെ വലിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കാണാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ സ്പോയിൽ ചെയ്യാത്തത്. അല്ലെങ്കിൽ എയ്മണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് ഗംഭീരമാണ്. അതേപോലെ ഹെലന. ഇതിനകത്ത് ഈ ഒരു സീസണിൻ്റെ ഫിനാലയ്ക്കകത്ത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ വളരെ ടീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി കഴിഞ്ഞ് 172 വർഷങ്ങൾ കഴിഞ്ഞ് ഗെയിം ഓഫ് ത്രോൺസിലെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിനെ ഈ ഒരു സീസണിൽ ഫിനാലയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
കുറേ ആളുകളെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് വിൻ്റർ ഈസ് കമ്മിങ് എന്നുള്ള സാധനം, ഡെയ്മൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഡെയ്മൻ നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ട ഒരു ഡെയ്മനെ അല്ല സെക്കൻഡ് സീസണിലെ തുടക്കം തൊട്ട് 7 എപ്പിസോഡിൽ കാണുന്നത്. അത് കഴിഞ്ഞ് 8ാമത്തെ എപ്പിസോഡിൽ കാണുന്നത് ഈ ഇത്രയും എപ്പിസോഡിൽ കണ്ട ഡെയ്മനെ അല്ല നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഓരോ ഡ്രാഗണെയും ചെയ്തു വെച്ചിരിക്കുന്നത് എന്നടാ പണി വെച്ചിരിക്കേ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് VFX. ഇതാണ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് നമുക്ക് കാണാനായിട്ട് ഇൻസ്പയർ ആവുന്നത്. ജസ്റ്റ് ലൈക്ക് ആൻ റിയൽ ഡ്രാഗണാണ്, പക്ക ഒരു റിയൽ ഡ്രാഗണിൻ്റെ ഫീലോടുകൂടിയാണ് അവർ ആ VFX ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ഡ്രാഗൺ ഫൈറ്റുകളുണ്ടായിരുന്നു. അത് മെലീസും സൺഫയറും തമ്മിലുള്ള ആ ഒരു ഫൈറ്റും അത് ഗംഭീര സാധനം എന്ന് പറഞ്ഞാൽ ഗംഭീര സാധനം, എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു ആ ഒരു ഫൈറ്റ്. അതേപോലെ തന്നെ റെനേറ ആ ഒരു വെർമിത്തോറിനടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നൊരു സീൻ, അത് കണ്ടപ്പോൾ എനിക്ക് ഡെനേറിയസും ആ ഒരു ഡ്രാഗൺ അവസാനത്തെ സീസണിൽ അവസാനം കാണിക്കുന്ന ആ ഒരു സാധനമുണ്ട്, അത് ഗംഭീരമായിട്ട് അതേപോലെ തന്നെ ആ ഒരു വിഷ്വൽ എഫക്റ്റോടുകൂടിയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര ക്ലാസിക് സാധനമാണ്. ഓൾറെഡി നമുക്കറിയാം ഇതൊരു ഏത് റേഞ്ചാണെന്ന്. നമുക്കെന്താണോ ഫാൻസിന് എന്താണോ വേണ്ടത് അതാണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ എപ്പിസോഡുകളും ചെയ്യാനായിട്ട് മില്യൺസാണ് പ്രൊഡക്ഷൻ വാല്യൂ ഉള്ളത്. പിന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൗസ് ഓഫ് ദ ഡ്രാഗൻ്റെ ഫിനാലെ എപ്പിസോഡ് ലീക്കായിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ. അതും HBO ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റാണ്. കാരണം ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീസൺ 4 3 എപ്പിസോഡുകൾ ലീക്കായിട്ടുണ്ടായിരുന്നു, ഫിനാലെ സീസണിലും 2 എപ്പിസോഡ് ലീക്കായിട്ടുണ്ടായിരുന്നു. ഇത്രയും സൈബർ സെക്യൂരിറ്റി ഇല്ലാത്തൊരു OTT പ്ലാറ്റ്ഫോം ഇല്ല എന്നാണ് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. കാരണം ഇത്രയും പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള ഇത്രയും ഒരു ഫാൻ ബേസ് ഉള്ള ഒരു സീരീസിൻ്റെ ഫിനാലെ എപ്പിസോഡൊക്കെ സിമ്പിളായിട്ട് ആരോ ഒന്ന് ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങൾ ആ ഒരു എൻ്റയർ സൈബർ സെക്യൂരിറ്റി ക്രൂവിനെ ഫയർ ചെയ്തിട്ട് പുതിയ ടീമിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഇനി വരാൻ പോകുന്ന സീസണിലെ സാധനങ്ങളൊക്കെ ലീക്കായി കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കയറാൻ പറ്റില്ലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. കാരണം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വീഡിയോസും ക്ലിപ്സും ഒക്കെ. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്ത് നമ്മളത് കാണുന്നില്ല. ഒറിജിനൽ സാധനം ഇറങ്ങിയിട്ടേ കാണുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് അത് ഭയങ്കര ഇതാണ്, ആ ഒരു സർപ്രൈസിങ് എലമെൻറ്റ്സൊക്കെ പോകുമായിരുന്നു. എന്തായാലും ഒരുപാടൊന്നും മിസ് ചെയ്യാതെ ഞാൻ കണ്ടു. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഫിനാലെ എപ്പിസോഡ് കണ്ടിട്ട്. അതേപോലെ തന്നെ വിഷമമുണ്ട്, കാരണം ഇനി 2 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു എപ്പിസോഡ് കാണാൻ പറ്റൂ എന്നൊരു വിഷമമുണ്ട്. ഇതുവരെ ഒരു 8 ആഴ്ചയായിട്ട് ഓരോ തിങ്കളാഴ്ചയും രാവിലെ എഴുന്നേൽക്കുന്നത് ഇത് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പം ഇനി 2 വർഷം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ എന്നൊരു വിഷമം ഉണ്ടെങ്കിലും 2 വർഷം കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഫിനാലെ സീസൺ കാണാം, അല്ലെങ്കിൽ ഫൈനൽ സീസൺ കാണാം. ഭയങ്കര എക്സൈറ്റിങ്ങിലാണ് ഞാനിപ്പോഴും. കാരണം ഇനി വരാനായിട്ട് പോകുന്നത് ഗംഭീര സാധനങ്ങളാണ്. അതിപ്പം അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടു തീർത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് സീസൺ 2 പറ്റിയിട്ട് ഉള്ള ഒപ്പീനിയൻ എന്നുള്ളത്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 റിവ്യൂ അവസാനിപ്പിക്കുകയാണ്.